ഞാനൊരു അങ്കമാലിക്കാരിയായിട്ട് അപ്പോൾ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി തന്നെ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഏതൊരു കല്യാണങ്ങൾക്കും മറ്റു വിശേഷങ്ങൾക്ക് പോയാലും മാങ്ങാക്കറി മസ്റ്റായിട്ട് ഉണ്ടാവുന്ന ഒരു വിഭവം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് നമ്മുടെ കറിച്ചട്ടിയിലേക്ക് ആക്കുക. വെളിച്ചെണ്ണയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഈ നന്നാക്കി വെച്ചതെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ തിരുമ്മി ഉടച്ചെടുക്കുക കേട്ടോ. സബോളയൊക്കെ നല്ലപോലെ തിരുമ്മി ഉടച്ച് കഴിഞ്ഞതിന് ശേഷമാവണം മാങ്ങയും പച്ചമുളകും കൂടിയിട്ട് തിരുമ്മി ഉടയ്ക്കാനായിട്ട്. ആ ഒരു പരുവത്തിൽ തന്നെ നാളികേരത്തിൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും ഈ ഒരു തിരുമ്മിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് നോക്കണം കേട്ടോ ഈ ഒരു സമയത്ത്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി തൂവി അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. പതുക്കെ ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ തിളച്ച് വരണം. ആ ഒരു തിള വന്ന് നല്ലപോലെ മാങ്ങയൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേനും ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു സമയത്ത് വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ഉലുവയും ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും താളിച്ച് വയ്ക്കാം. അങ്ങനെ മാങ്ങാക്കറി റെഡി.